പ്ലസ് ടു മാത്തമെറ്റിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിറ്റർമിനൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മെട്രിക്സിന്റെ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് ഇപ്പോഴേ പോവാം. അപ്പം നിങ്ങൾ ഈ ഓണപരീക്ഷയ്ക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ ഫൈനൽ എക്സാമിലേക്കുള്ള. അത്യാവശ്യം നല്ലൊരു മാർക്കിന് വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ തന്നെയാണിത്. അപ്പം ഓണം എക്സാമിന് നല്ല വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു 13 തൊട്ട് 16 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് പോവാം. ഓക്കെ, തുടങ്ങാം അല്ലേ. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഡിറ്റർമിനൻസ് പഠിക്കാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മെട്രിക്സിൻ്റെ കൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും അവിടെ ഉള്ളതാണ് ഇവിടെ പറയുക. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാമെന്നുള്ള റെസംഷനിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മെട്രിക്സിൻ്റെ കാര്യങ്ങളും ടേംസും കൺസെപ്റ്റ്സും ഒക്കെ നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചിട്ട് ഡിറ്റർമിനൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മെട്രിക്സ് പഠിച്ചപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിനെ പറ്റി പഠിച്ചിരുന്നില്ലേ? എന്തായിരുന്നു സ്ക്വയർ മെട്രിക്സ്? നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എം ഓർഡർ ഉള്ളൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എം ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിന് നമ്മൾ എം റോസും എം കോളംസും ഉള്ളൊരു സ്ക്വയർ മെട്രിക്സ്. അതെന്ത് ഓർഡറിൽ തന്നെയായാലും ഒരു സ്ക്വയർ മെട്രിക്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നൊരു നമ്പർ, അതാണ് ഡിറ്റർമിനൻ്റ്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും ആ സ്ക്വയർ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു നമ്പർ, അതാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക അല്ലേ. അപ്പോൾ ഈ നമ്പർ എന്തോ ഒന്ന് തീരുമാനിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിൽ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു സ്ക്വയർ മെട്രിക്സ്, സ്ക്വയർ അല്ലാത്ത മെട്രിക്സിന് ഒരു സ്ഥാനവും ഇല്ല. സ്ക്വയർ മെട്രിക്സ് ഓൺലി. സ്ക്വയർ മെട്രിക്സ് എടുക്കുക, ആ സ്ക്വയർ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നമ്പറാണ് ഡിറ്റർമിനൻ്റ്. അതെന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ടു എവറി സ്ക്വയർ മെട്രിക്സ് എ ഓഫ് ഓർഡർ എൻ വി ക്യാൻ അസോസിയേറ്റ് എ നമ്പർ. അത് റിയൽ നമ്പർ ആവാം, കോംപ്ലക്സ് നമ്പർ ആവാം. നമുക്കിപ്പോൾ എന്തായാലും റിയൽ നമ്പർ മാത്രമേ പഠിക്കാനുള്ളൂ. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഡിറ്റ് ഓഫ് എ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നിങ്ങനെ മോഡുലസിൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിനെയൊക്കെ മോഡുലസിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലസ് പോസിറ്റീവ് വാല്യൂ മാത്രം വരുന്ന വാല്യൂ മോഡുലസ് എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഡിറ്റർമിനൻ്റ് ഇങ്ങനെ മെട്രിക്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് അത് മോഡുലസോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ അല്ല, ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കോളമൊക്കെ വരച്ച് റോസും കോളംസും ഉള്ളൊരു സാധനമാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് കേട്ടോ, അത് ഓർത്ത് വയ്ക്കാം. ഇനി ഒരു വൺ ഓർഡറുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റോയും കോളവും 1 ആയിരിക്കും അല്ലേ, അതായത് ഒരൊറ്റ എലമെൻ്റ് ഉള്ള മെട്രിക്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഗിൾ എലമെൻ്റ് തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ നമ്പർ തന്നെയായിരിക്കും. ഇനി ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണുന്നത്? ഒരു എക്സാമ്പിൾ എടുക്കുവാണേ. എ ഇസ് ഈക്വൽ ടു ഒരു 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണുന്നത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു, മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എലമെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 × 4 മൈനസ് ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 2. അപ്പോൾ എന്ത് വന്നു? 4 - 6 - 2 ആണ് ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മൾ മോഡുലസ് ഇട്ടു എന്ന് വെച്ച് ഇവിടെ പോസിറ്റീവ് വാല്യൂ വരണമെന്നില്ല. ഇത് സംഭവം കോൺസെപ്റ്റ് വേറെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് നമ്പർ കിട്ടി. ക്ലിയർ ആയോ? ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നത് മനസ്സിലായോ? വേറൊരു ബി മെട്രിക്സ് എടുക്കുവാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 4 3 0 0 ആണെന്ന് വിചാരിക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്താണ്? 4 × 0 0 മൈനസ് 3 × 0 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എത്ര വന്നു? 0 വന്നു. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മളൊരു 2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 1 2 4 എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നാലുണ്ടല്ലോ, ഇതെന്താണ്? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കരുത് ഈ മെട്രിക്സ് വെച്ചിട്ട് ഇവാലുവേറ്റ് എന്താണ്? അല്ല, വരയാണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഈ ബോക്സ് സാധനം ഇല്ല. ഓക്കെ, ജസ്റ്റ് വരകൾ മാത്രമേ ഉള്ളൂ. ഡിറ്റർമിനൻ്റ് ആണ്. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ, പെട്ടെന്ന് കിട്ടും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 മൈനസ് 2 × 1 2. അപ്പോൾ 18 ആയിരിക്കും നമ്മുടെ ഡിറ്റർമിനൻ്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പെട്ടെന്ന് ഒരു ചോദ്യം കൂടെ തരാം. ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. cos തീറ്റ × cos തീറ്റ എന്ത് വരും? cos സ്ക്വയർ തീറ്റ മൈനസ്
സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ നോക്കി, നമുക്ക് ഓൾറെഡി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നെഗറ്റീവ് ഓൾറെഡി വേണം. ഈ നെഗറ്റീവിനെ ഞാൻ മാറ്റി വെച്ചിട്ട് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്താണ്? വീണ്ടും മൈനസ് സൈൻ തീറ്റ ആണല്ലേ. ആ സൈൻ തീറ്റ ഇടുക, സൈൻ സ്ക്വയർ തീറ്റ വരും. സൈൻ ഇൻറ്റു സൈൻ ആണ്, സൈൻ സ്ക്വയർ തീറ്റ. ഈ രണ്ട് നെഗറ്റീവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആവും. ആൻസർ ഇസ് 1. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഒന്നിച്ച് വരുമ്പം കൺഫ്യൂഷൻ ആവും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ആകെ സംഭവിക്കാനുള്ളൊരു തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കെയർലെസ് മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ നെഗറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല മക്കളായിട്ട് മിടുക്കരായിട്ട് ചെയ്യണം. ഓക്കെ, ഇനി x+1 ഇവാലുവേറ്റ് ആണ്, ഡിറ്റർമിനന്റ് കാണുകയാണ് വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x² മൈനസ് ഇവർ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? x+1² കിട്ടും അല്ലേ? നോക്കിയാൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് x² മൈനസ് ഇവിടെ നമ്മൾ a+b² വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x² + 2x+1 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ നെഗറ്റീവ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ x² മൈനസ് 2x - 1 x² ക്യാൻസൽ ആവും, മൈനസ് 2x - 1 ആയിരിക്കും ആൻസർ വരിക. വളരെ സിമ്പിൾ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കേട്ടോ മക്കളെ. ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനന്റ് 2, 3, 4, 5 is equal to determinant of x3, 2x5. ഇവിടെ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കുഞ്ഞു മിസ്റ്റേക്ക്, നിങ്ങൾക്ക് പറ്റുന്നല്ല പറ്റിയേക്കാവുന്ന ഒരു കുഞ്ഞു മിസ്റ്റേക്ക്, ഇത് മെട്രിക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ നേരെ അങ്ങ് ഇക്വേറ്റ് ചെയ്ത് എഴുതുക. 2 = x. ഈസി ആയിട്ട് ആൻസർ കിട്ടി. പക്ഷെ പൊട്ടത്തെറ്റാ. നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. മെട്രിക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിലുള്ള എലമെന്റ്സിന് നമുക്ക് അങ്ങ് ഈക്വൽ ആയിട്ട് അങ്ങ് എഴുതാമായിരുന്നു. പക്ഷേ ഇതെന്താണ്? ഡിറ്റർമിനന്റ് ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ 5 × 2 10 - 4 × 3 12 ഈക്വൽ ടു x × 5 5x മൈനസ് 3 × 2 6x. അതായത് -2 = -x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് ആണെങ്കിൽ രണ്ട് സൈഡും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ x = 2 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്രേ കണ്ടുപിടിക്കാനുള്ളൂ കേട്ടോ. 3/3 വരെ നമുക്ക് ചെയ്യാനുള്ള ഡിറ്റർമിനന്റ് നോക്കിയേ. ഇവിടെ ഞാൻ എക്സ്പാൻഷൻ അലോങ് റോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു മെത്തേഡ് പഠിക്കും. ആ മെത്തേഡ് മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിൻ്റെ ഒരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഷൻ അലോങ് റോങ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ഡിറ്റർമിനന്റ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഡിറ്റർമിനന്റ് കാണുന്നത് എന്നുള്ളത്. നമുക്ക് ആവശ്യം ഈ ഫസ്റ്റ് റോ ആണ് കേട്ടോ. ഒരു മെത്തേഡ് നമ്മൾ പഠിച്ച് വെക്കുകയാണ്. ഈ ഫസ്റ്റ് റോ നമ്മളിങ്ങ് എടുക്കുകയാണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ എടുക്കുന്നു 2. എന്നിട്ട് ഈ 2 ഇരിക്കുന്ന റോയും കോളവും ഉണ്ടല്ലോ, അത് നമ്മൾ അങ്ങ് ഒഴിവാക്കി. 2 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ഈ ബാക്കിയുള്ള ഇവരുടെ ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. മനസ്സിലായോ മക്കളെ? ഫസ്റ്റ് റോ നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് റോയിൽ നിന്ന് ആ റോ ഇരിക്കുന്ന കോളവും റോയും നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് 2/2ൻ്റെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ ഇത്ര നേരം പഠിച്ചല്ലോ, അതിവിടെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിയേ, 0 × 0 0 മൈനസ് 3 × -2 -6 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളത് കൊണ്ട് പ്ലസ് ആയി പോകും. ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ എലമെന്റ് എടുക്കുക. ഫസ്റ്റ് റോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ എലമെന്റ് എടുക്കുക. ആ എലമെന്റ് എടുത്താൽ മാത്രം പോരാ, ഇവിടേക്ക് ചെയ്യുമ്പം മൈനസ് വേണം നമ്മൾ എടുക്കണം. -4. ഇത് ഈ എടുത്തിരിക്കുന്നത് -4ൻ്റെ നെഗറ്റീവ് അല്ല കേട്ടോ. ഡിറ്റർമിനന്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെന്റ് എടുത്തതിന് ശേഷം രണ്ടാമത്തതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു നെഗറ്റീവ് നിങ്ങൾ ഇടണം. ഓക്കെ, ഇവിടെ -4 ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി -4 എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? -4 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കിയ ബാക്കിയുള്ളതിന് ഡിറ്റർമിനന്റ് എന്ത് വരും? 1 -2 2 0. ഇത്രയും എൻ്റെ ഡിറ്റർമിനന്റ് നമ്മളിവിടെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും നോക്കിയേ, 1 × 0 0 മൈനസ് 2 × -2 -4 വരും. -4 ഇവിടെ പ്ലസ് ആയി പോകും. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ റോയ്ക്കകത്തുള്ള തേർഡ് എലമെൻറ്റിനെയാണ് കേട്ടോ.
അതായത് 5 ആണ് എടുക്കുന്നത്. എന്നിട്ട് 5 ഇരിക്കുന്ന അവിടെ പ്ലസ് ആണ്, 5 ഇരിക്കുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കുക. ബാക്കിയുള്ളതിന് ഡിറ്റർമിനന്റ് കാണാം. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കാണാം. എന്താ വരിക? 3 - 0 വരും അല്ലേ? 3 - 0. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? 2 ഇൻറ്റു -6 + 6 വരും. മൈനസ് ഇവിടെ മൈനസും മൈനസും കൂടെ +4 ആവും. ഇവിടെ മൈനസും മൈനസും കൂടെ +4 ആവും. പ്ലസ് 5 ഇൻറ്റു 3. ആൻസർ എന്താ വരിക? 12 + 16 + 15. ആൻസർ എത്രയാണ്? 12, 16, 15. 11 + 2 13. ആൻസർ 43 ആയിരിക്കും വരിക. മനസ്സിലായോ? ക്ലിയർ ആയോ? നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റിലെ റോ എടുത്തു, ആ റോയിലെ ഫസ്റ്റ് എലമെന്റ് എടുത്തു, ആ എലമെന്റ് ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിനെ ഡിറ്റർമിനന്റ് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇവിടെയുള്ള എലമെന്റ് എടുത്തു, അതിരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിന് ഡിറ്റർമിനന്റ് എടുത്തു, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 5 ഇടുന്നു, അതിരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിന് ഡിറ്റർമിനന്റ് എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഫസ്റ്റ് റോ എടുത്തിട്ടാണ് ചെയ്തതെന്നുള്ളത്. നിങ്ങൾക്ക് ഏത് റോയോ ഏത് കോളമോ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് മാത്രം പഠിച്ച് ഫീഡ് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് തറവായിട്ട് വേണമെങ്കിൽ വേറൊരു മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ദ ഡിറ്റർമിനന്റ് 194130400. ചെയ്ത് നോക്കാം അല്ലേ? മെത്തേഡ് നോക്കിക്കേ. ഫസ്റ്റ് റോ എടുക്കുന്നു, അതിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എടാ ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഇട്ട് കഴിഞ്ഞാലും ഇതും ഡിറ്റർമിനന്റ് തന്നെയാണ് കേട്ടോ. അതിന്റെ മീനിങ് നേരത്തെ ഡിറ്റും മോഡും മാത്രമല്ല, ഇങ്ങനെ ഒരു കുഞ്ഞു ട്രയാങ്കിൾ ഇട്ടാലും ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. 1 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? 3 × 0 0, 3 0 × 0 0 വരും. അപ്പൊ നമുക്ക് 1 × 0 മൈനസ് അടുത്ത എലമെന്റ് ഏതാ? 9 ആണ് വരുന്നത് അല്ലേ? -9 ഇൻറ്റു എന്ത് ചെയ്യണം? 9 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് 0 ആയി പോയോ? യെസ്, 0. പ്ലസ് 4 ഇൻറ്റു 4 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ശ്രദ്ധിക്കുക. 1 × 0 - 4 × 3, അപ്പം -12 ആണ് വരുന്നത്. അപ്പം ഇത് 0 ആയി, ഇത് 0 ആയി. ആൻസർ എന്ത് വരും? -12 × 4 -48 എന്ന് വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇതിന്റെ മേജർ പോർഷൻ കഴിഞ്ഞു. ആക്ച്വലി എങ്ങനെയാണ് ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പോൾ പഠിച്ചോളൂ. സിമ്പിൾ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് ദ ഡിറ്റർമിനന്റ്, ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. അതായത് ഇവിടെ നോക്കിക്കേ, എക്സ് ഉണ്ട്, സൈൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ -x, അങ്ങനെ കുറച്ച് തീറ്റയും എക്സ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ് ആണിത്. ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് ഡിറ്റർമിനന്റ് നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തീറ്റ ഉണ്ടാവില്ല അല്ലേ? തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഇല്ലാത്തൊരു വാല്യൂ ആയിരിക്കും ഡിറ്റർമിനന്റ് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ. ഒന്നുമില്ല, നമ്മൾ ചുമ്മാ ഈ ഡിറ്റർമിനന്റ് ഒന്ന് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഡിറ്റർമിനന്റ് ചെയ്യുവാണ്. എക്സ് ഇൻറ്റു ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ എടുക്കുന്നു, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എടുത്തു, എക്സ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -x² - 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുവാണ്. -x സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് മൂന്നാമത്തെ എലമെന്റ് എടുത്തു, കോസ് തീറ്റ എടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുവാണ്. മൈനസ് സൈൻ തീറ്റ മൈനസ് എക്സ് കോസ് തീറ്റ. അപ്പോൾ 2 മൈനസ് വന്നു, അവിടെ ഓൾറെഡി എന്താവും? പ്ലസ് ആവും. ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം നെഗറ്റീവ് 2 ഇടുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ പ്രോബ്ലം ഒക്കെ ചെയ്ത് സെറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. -x³ - x മൈനസ് ഇവിടെ നോക്കിയേ, സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ സൈൻ തീറ്റ ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് ആവും. എക്സ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഈ നെഗറ്റീവും കൂടെ പോസിറ്റീവായിട്ട് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നാവും. ഈ നെഗറ്റീവും കൂടെ പോസിറ്റീവും കൂടെ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നാവും. ഈ 2 നെഗറ്റീവും കൂടെ പ്ലസ് എക്സ് കോസ് തീറ്റ എന്നാവും. എന്തൊക്കെ ക്യാൻസൽ ആയി പോവും? ഇവിടെ നിന്ന് സൈൻ തീറ്റ കോസ് തീറ്റ ടേം ക്യാൻസൽ ആയി പോയി. പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തതിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തില്ല. എക്സ് കോസ് സ്ക്വയർ തീറ്റ വേണം, ഇതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു -x³ ഉണ്ട്, -x പ്ലസ്
ഈ ടേംസ് രണ്ടിൽ നിന്നും എനിക്കൊരു എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. എക്സ് സൈൻ സ്ക്വയർ തീറ്റ, എക്സ് കോസ് സ്ക്വയർ തീറ്റ. എക്സ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബാക്കിയുണ്ട്. ഇതെന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് വന്നു. അതായത് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ആൻസർ ബാക്കി എന്താ? മൈനസ് എക്സ് ക്യൂബ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ അല്ലേ? തീറ്റ ഉണ്ടോ ഇതിൽ? എക്സ് മാത്രമല്ലേ ഉള്ളൂ? യെസ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഈ ഡിറ്റർമിനൻറ്റിൽ എന്തില്ല? തീറ്റ ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്തു. വളരെ സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോറി, ക്വസ്റ്റ്യൻ അല്ല, റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ 3/3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു, 2/2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു, 1 ഓർഡർ ഉള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് തന്നെയാണെന്ന് പഠിച്ചു. റെഡി. ഇനി ഇതിൻ്റെ കുറച്ച് റിസൾട്ടുകളിലേക്കും പ്രോപ്പർട്ടീസിലേക്ക് കടക്കുകയാണ്. ഒരു റിസൾട്ട് നോക്കാം. എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മെട്രിക്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മളൊരു സ്കേലാർ ഏതോ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കെ ബി കിട്ടുക അല്ലേ? അപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു ഓക്കെ, ആദ്യം ബി എഴുതാം. ബി എന്ന് പറയുന്നത് 1024 എന്ന് പറയുന്ന മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. 1024 എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ബി. ഈ മെട്രിക്സിനെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എലിമെൻസിനെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2, 0, 4, 8 എന്നാവും. അതിനെ നമ്മൾ എന്താക്കി എടുത്തു? എ ആക്കി എടുത്തു. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു കുഞ്ഞു മെട്രിക്സ് നമുക്കുണ്ട്, അതിന് നമ്മളൊരു സ്കേലാർ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എ ആക്കി എടുത്തു. ഇപ്പോൾ ഇവിടെ എ എന്തായി? എ എന്ന് പറയുന്നത് ബിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി. അതാണ് ഇവിടെ ജനറലി തന്നേക്കുന്നത്. എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി എന്ന് തന്നേക്കുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ബിന് ഒരു സ്കേലർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എ എന്ന് നമ്മൾ എടുത്തു. ഇനിയോ, ഈ 2 മെട്രിക്സസും ഒരേ ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സസ് ആണ്. ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാം സ്ക്വയർ മെട്രിക്സസ് ആണ് ഡീൽ ചെയ്യുന്നത് നിങ്ങൾ അസ്യൂം ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഏഴ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ബി അല്ലേ? അപ്പോൾ കെ ഇൻറ്റു ബി ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ കെനെ നമുക്ക് ഡിറ്റർമിനൻറ്റിൻ്റെ പുറത്തെടുക്കാൻ പറ്റും. ഈ കെനെ ഡിറ്റർമിനൻറ്റിൻ്റെ പുറത്തെടുക്കാൻ പറ്റും. പക്ഷെ പുറത്തെടുക്കുമ്പം നമ്മൾ അവർക്കൊരു പദവി കൊടുക്കണം. കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് വേണം നമ്മൾ എഴുതാൻ. ഈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് മെട്രിക്സ് എ ആൻഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ കെ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് മെട്രിക്സസ് എ ആൻഡ് ബി ആണ്. അപ്പോൾ എന്റെ ഡിറ്റർമിനൻ്റ് കാണണമെങ്കിൽ നമുക്ക് കെനെ പുറത്തെടുക്കുന്നുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? പുറത്തെടുക്കുമ്പം ഡിറ്റർമിനൻറ്റിൻ്റെ പുറത്തെടുക്കുന്ന സമയത്ത് റേസ്ഡ് ടു അതിൻ്റെ ഓർഡർ പവർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. കാരണം ഇല്ലേ, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 ആയതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു 16 എങ്ങാനും ആണെങ്കിലും ഇതൊരു 3/3 മെട്രിക്സും ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തോരം പണിയുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഡിറ്റർമിനൻറ്റിൽ നിന്ന് 16 പുറത്തെടുത്തിട്ട് അത് റേസ്ഡ് ടു അതിൻ്റെ ഓർഡർ കൊടുക്കും. എന്നിട്ട് കുഞ്ഞ് ബി എന്ന് പറയുമ്പോൾ കുഞ്ഞ് വാല്യൂസ് ആയിരിക്കുമല്ലോ എന്തായാലും, അത് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ എക്സാമ്പിൾ തന്നെ കണ്ടുപിടിച്ച് തരാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? ഇവിടെ നോക്കിയാൽ 2 വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 2 റേസ് ടു ഇതിൻ്റെ ഓർഡർ എത്രയാ? 2 റേസ് ടു 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആയിരിക്കും. നമുക്ക് നോക്കാം, ഇവിടുന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെരിഫൈ ചെയ്യാം കേട്ടോ. ഈ റിസൾട്ട് ഇങ്ങനെ വരുന്നുണ്ടോ, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ നോക്കണ്ടേ. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താ? 16 മൈനസ് 4, അപ്പോൾ 16 ആണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്താ? ഇവിടുന്ന് നോക്കിയേ 4 ആണ് അല്ലേ. ഇനി 2 റേസ് ടു 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 2 റേസ് ടു 2 4 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ബി 4 ആണ്, 16 ആണ്. അത് ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ? കിട്ടിയില്ലേ? യെസ്. അപ്പോൾ നമുക്ക് കിട്ടും ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് കെ ബി ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഫോർമുലയാണ്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. നോക്കിയേ, എ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് 3a. അപ്പോൾ നിങ്ങൾ നോർമലി നമുക്കിപ്പോൾ റിസൾട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പഠിച്ചേനെ? എനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ടി വന്നേനെ അല്ലേ. പക്ഷേ നമുക്ക് റിസൾട്ട് അറിയാവുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് ഓഫ് 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3 പുറത്തെടുക്കുക. എന്റെ ഓർഡർ ഇവിടെ 3 അല്ലേ? 3/3 അല്ലേ?
റേസ്ഡ് ടു 3 കൊടുക്കുക ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്താൽ മതി. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് എയിൽ കണ്ടോ കുറേ സീറോസ് ഉണ്ട്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 2 ഇൻറ്റു 8 മൈനസ് 0 ഇൻറ്റു എന്ത് വന്നാലും പ്രശ്നമില്ല 1 ഇൻറ്റു 0. കണ്ടോ മക്കളെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ത് വന്നു? 16 വന്നു. അപ്പോൾ ഇവിടുന്ന് ഡിറ്റർമിനൻ്റ് ഓഫ് 3a എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് 3a എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 27 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാ? 16. ഈ വാല്യൂ എത്രയാണ് വരിക? 27 ഇൻറ്റു 16 42 6 2 12 plus 4 16 27 2 3 4 432. ക്ലിയർ ആയോ? മനസ്സിലായോ മക്കളെ? അപ്പോൾ എന്തിനാണ് നമ്മൾ ഇപ്പോൾ 432 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാവും. ഇതിന് 3 ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് കുറേ വാല്യൂസ് വരും അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെറിയ വാല്യൂസ് വെച്ച് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ മസ്റ്റായിട്ടും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി മെട്രിക്സ് തന്നിട്ടില്ല, പക്ഷേ എയുടെ ഡിറ്റർമിനൻ്റ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. എയുടെ ഡിറ്റർമിനൻ്റ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. എ ഒരു 2/2 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് 4a എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ റിസൾട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം മെട്രിക്സ് പോലും തന്നിട്ടില്ല. തൊട്ട് മുന്നത്തെ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല അല്ലേ? അപ്പോൾ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഓഫ് 4a എന്ന് പറഞ്ഞാൽ 4നെ പുറത്തെടുക്കുന്നു, നമ്മളയക്ക് കൊടുക്കുന്ന പദവി എന്താ? റേസ്ഡ് ടു ഓർഡർ. അപ്പോൾ 2 വരും ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതൊരു കാരണവശാലും മറക്കരുത് കേട്ടോ. നമ്മൾ നമ്പർ പുറത്തെടുക്കുമ്പം റേസ്ഡ് ടു ആ ഓർഡർ പവറായിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് വരും? 16 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ എത്രയാ? 5 ആണ് അല്ലേ? അപ്പോൾ 16 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 80. കിട്ടിയല്ലോ? സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡി? ഇനി ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വേർട്ടീസസ് ആർ 2 8 -32 ആൻഡ് 4 0. പെട്ടെന്ന് ഇവിടുന്ന് ഈ ഡിറ്റർമിനൻറ്റിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഒക്കെ കയറി വന്നത് അല്ലേ? യെസ്, ഇത് മക്കളെ ഇതൊരു റിസൾട്ടാണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് നമുക്ക് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോൾ? നമുക്ക് ട്രയാങ്കിൾസിൻ്റെ 3 വേർട്ടെക്സിൻ്റെ പോയിന്റ് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സ് അല്ലേ ഉണ്ടാവുക, ആ വേർട്ടെക്സിൻ്റെ 3ൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ട്രയാങ്കിളിനെ എനിക്ക് തന്നിരിക്കുന്നത് x1 y1 x2 y2 x3 y3 എന്നിങ്ങനെ 3 കോർഡിനേറ്റ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, മക്കളെ ശ്രദ്ധിക്കുക, ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് x1 y1 1. എന്താ ചെയ്തേ? ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് x1 y1, ലാസ്റ്റ് ഫില്ല് ചെയ്യാൻ ഒരു 1 ഇട്ട് കൊടുത്തു. സെക്കൻഡ് റോ x2 y2 1 x3 y3 1. ഇതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഹാഫ് ഇടാൻ മറന്നു പോകരുത്. ഹാഫ് ഇട്ടില്ലെങ്കിൽ പാരലലോഗ്രാം ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഹാഫ് ഇടുക. x1 y1 1 x2 y2 1 x3 y3 1. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ്സ് കണ്ടോ? 3 കോർഡിനേറ്റ്സ് തന്നിട്ടില്ലേ? 3 കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഫോർമുല ഇതാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡിറ്റർമിനൻ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ഒക്കെ കിട്ടിയേക്കാം, ഒരു -52 ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആകുമോ? ആവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്തിട്ട് ഏരിയ എഴുതുക. അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. എവിടെയെങ്കിലും നെഗറ്റീവ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കോർഡിനേറ്റ്സ് ഇതൊക്കെയാണ് അല്ലേ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ്, ഇതാണ് x1 y1, അപ്പോൾ 2 8 1. ഇത് x2 y2 -3 2 1. ഇത് x3 y3 4 0 1. ഡിറ്റർമിനൻ്റ് എന്ത് വരും? ഹാഫ് ഇൻറ്റു, എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 2 ഇൻറ്റു 2 -0 -8 ഇൻറ്റു -3 -4 പ്ലസ് 1 ഇൻറ്റു 0 -8 എന്ന് വന്നു. ഓക്കെ, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ്,
-3 -4 എന്ന് വെച്ചാൽ -7. -7 ഇൻറ്റു -8. 8 ഇൻറ്റു 7 56. നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവ് ആവും. +56 -8. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? 56 + 4 എന്ന് പറഞ്ഞാൽ 60. 60 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52. 52/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26. ശരിയല്ലേ? 56 + 4 60. 60 - 8 52. 52/2 എന്ന് പറഞ്ഞാൽ 26 സ്ക്വയർ യൂണിറ്റ്സ്. ഇതായിരിക്കും നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവിൻ്റെ കാര്യം. ഇപ്പം നമുക്ക് സപ്പോസ് ചെയ്ത് വരുമ്പോൾ ഡിറ്റർമിനൻ്റ് ഒരു -26 കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ +26 എന്ന് എഴുതി വെക്കുക. അവിടെ എഴുതരുത്. എന്താക്കി എഴുതാം? സിൻസ് ഏരിയ കനോട്ട് ബി നെഗറ്റീവ്, ഏരിയ നെഗറ്റീവ് ആവാൻ പറ്റാത്തത് കൊണ്ട് 26 ആണ് അതിൻ്റെ ഏരിയ. -26 എന്ന് എഴുതി വെക്കരുത്, +26 ആണ് അതിൻ്റെ ഏരിയ എന്ന് എഴുതി വെക്കാം. ഈസി ആണല്ലോ? ഈ ഫോർമുല പഠിച്ചല്ലോ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി ഇതേപോലത്തെ ഒന്നുകൂടെ വരുന്നുണ്ട്. ഈ സാധനം വേറൊരു രീതിയിൽ കൂടെ ചോദിക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കെ. ശ്രദ്ധിക്കുക, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കെ ഇഫ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 4 സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് ദ വേർട്ടിസസ് ആർ K0 4 0 0 2. അതായത് മക്കളെ, നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിലെ വെർട്ടെക്സ് എന്ന് പറയുന്നത് K0 4 0 0 2 ആണ്. ഒരു x1 നമുക്ക് തന്നിട്ടില്ല. പക്ഷേ എന്ത് തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ തന്നിട്ട് തന്നിരിക്കുന്ന വെർട്ടെക്സിൻ്റെ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാനും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കണം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് x1 y1 1 x2 y2 1 x3 y3 1 അല്ലേ? ഇതല്ലേ നമ്മുടെ ഫോർമുല? ഈ ഫോർമുലയ്ക്കകത്തുള്ള ഈ ഏരിയ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 സ്ക്വയർ യൂണിറ്റ്സ് ആണ് എന്നുള്ളത് അല്ലേ? അപ്പം നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. 4 = ഹാഫ് ഇൻറ്റു തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിനൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. K01 401 02 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 8 = ഇവിടെ ഡിറ്റർമിനൻ്റ് ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ എന്താ പറഞ്ഞു നിർത്തിയത്? നമുക്ക് ചിലപ്പോൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതായത് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയേക്കാം. നമ്മൾ കണ്ണും ചിമ്മി എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം എന്ന് പറഞ്ഞു അല്ലേ? ആ കണ്ടീഷൻ ഇവിടെ നമുക്കൊരു തിരിച്ചടിയാവും. എന്താണ്? ഇവിടെ നമ്മളോട് ഇവർ പറഞ്ഞത് എന്താ? 4 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഏരിയ എന്നല്ലേ? അത് -4 സ്ക്വയർ ആയിട്ട് അവർ കണ്ണടച്ചതാണോ നമുക്ക് അറിയുമോ? അറിയില്ല. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി കൂടെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം ഇവിടുന്ന് K കണ്ടുപിടിക്കാൻ. അതെങ്ങനെ ചെയ്യുക? അതായത് നമുക്ക് തന്നിരിക്കുന്ന 4 എന്ന് പറയുന്ന വാല്യൂ അവർക്ക് ചിലപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ആയിരുന്നിരിക്കാം. പക്ഷേ ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് അവർ 4 തന്നേ ഉള്ളൂ. അവർ കണ്ണടച്ചോ നമുക്ക് അറിയില്ല. അപ്പോൾ അവർ കണ്ണടച്ചോ ഇല്ലയോ എന്നുള്ള കേസ് നമ്മൾ മനസ്സിൽ കണ്ട് 2 രീതിയിൽ നമ്മളിത് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മോഡുലസ് ഇടണം. മോഡുലസ് ഡിറ്റർമിനൻ്റ് ചെയ്തേ. K × 0 - 2 -0 അതെന്തോന്നും ആയിക്കോട്ടെ. 1 × 4 × 2 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ 8 = മോഡുലസ് ഓഫ് -2k + 8. അതായത് നോക്കിക്കേ, മോഡുലസ് എടുക്കണം. -2k + 8 = 8 എന്ന് വന്നു. മക്കളെ, ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഒരു mod x = 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? mod x = 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് 2 പോസിബിൾ ഉണ്ട് അല്ലേ വാല്യൂസ്? ഒന്നുകിൽ x 1 ആയിരിക്കാം, അല്ലെങ്കിൽ x -1 ആയിരിക്കാം. ഇങ്ങനെ 2 പോസിബിലിറ്റീസ് ഇല്ലേ? mod x = 1 എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നെഗറ്റീവിനെ ഒളിപ്പിക്കുന്ന സാധ്യതയുണ്ട്. ആ ചാൻസ് നമ്മൾ ഇവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ -2k + 8 8 ആയിരിക്കാം, അല്ലെങ്കിൽ -2k + 8 -8 ആയിരിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ്. അവരവിടെ നമുക്ക് തന്ന 4-ൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ആ കേസ് കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതായത് ഇവിടെ മോഡുലസ് എടുക്കുക. ഈ മോഡുലസ് mod x = 1 എന്ന് പറഞ്ഞാൽ എക്സിന് 2 വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോലെ ഇതിനും -2k + 8ൻ്റെ മോഡ് 8 ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ -2k + 8 8 ആണ്, അല്ലെങ്കിൽ -2k + 8 -8 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ 2 കേസും വെച്ച് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 1 -2k + 8 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ -2k എന്ത് വന്നു? ഈ 8നെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി. K
കെ 0 ആയി. അപ്പോൾ കെക്ക് ഒന്നുകിൽ 0 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ കേസ് 2 ആയിട്ട് നമ്മൾ എന്തെടുക്കും, -2k + 8 is equal to -8. അപ്പോൾ -2k is equal to ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം -16 വരും. കെ എന്ത് വരും, 16/2 8 വരും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാവുന്ന രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് 0ഉം 8ഉം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ മോഡൽസ് എടുക്കാൻ മറന്നു പോകരുത്. ഇതൊരു VIP സ്റ്റെപ്പാണ്, മറന്നു പോവുക ചെയ്യരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ട്രയാങ്കിളുടെ ഏരിയ വെച്ചിട്ട് ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ക്ലിയർ ആണല്ലോ? ഒരു ടൈപ്പും കൂടെ വരാൻ ചാൻസ് ഉള്ളത്, അത് ചോദിച്ച് കാണാറില്ല. 3 പോയിന്റുകൾ തന്നിട്ട് ഇത് കൊലീനിയർ ആണെന്ന് കാണിക്കാൻ പറയും. കൊലീനിയർ ആണെന്ന് കാണിക്കുക എങ്ങനെയാണ്? 3 പോയിന്റ് തന്നിട്ട് കൊലീനിയർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? കൊലീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ വരയിലുള്ള പോയിന്റുകൾ എന്നാണ് കൊലീനിയറിന്റെ മീനിങ് അല്ലേ? അപ്പോൾ കൊലീനിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 3 പോയിന്റ് കിട്ടിയ ട്രയാങ്കിൾ ഫോം ചെയ്യാം സാധാരണ. പക്ഷേ കൊലീനിയർ ആണെങ്കിൽ ഈ ഫോം ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ എന്താ, ഏരിയ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ = 0 ആണെന്ന് കാണിച്ചാൽ മതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ കാണാറൊന്നുമില്ല, ഇനിയിപ്പോൾ അവർക്ക് ചോദിക്കാൻ തോന്നിയാലോ അല്ലേ? അപ്പോൾ അഥവാ കൊലീനിയർ ആണ് പോയിന്റുകൾ എന്ന് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 3 പോയിന്റുകൾ എടുത്തിട്ട് ഡിറ്റർമിനൻ്റിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ ഏരിയ 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Find the equation of the line joining 5, 2 and 3, 4 using determinants. ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ട് ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ഇക്വേഷൻ്റെ ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. മനസ്സിലായോ? രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. നമ്മളിത് സ്ട്രേറ്റ് ലൈനിൽ യൂസ് ചെയ്തിട്ട് +1 പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് 3 മാർക്കിന് കഴിഞ്ഞ കൊല്ലം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് ദ ലൈനിന് നമ്മൾ ട്രയാങ്കിളിന് യൂസ് ചെയ്ത സെയിം മെത്തേഡാണേ, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. മോഡുലസ് ഡിറ്റർമിനൻ്റ് x1 y1 1, x2 y2 1, xy 1. എന്തിനാ എക്സും വൈയും? എടോ ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ, ഇക്വേഷൻ ഓഫ് ദ ലൈനിൽ എക്സും വൈയും വേണ്ടേ? എക്സും വൈയും ഇല്ലാണ്ട് എന്ത് ഇക്വേഷനാ അല്ലേ? അപ്പോൾ ഇങ്ങനെ എടുക്കുക, xy1 2 പോയിന്റേ ഉള്ളൂ, മൂന്നാമത്തെ പോയിന്റ് കോർഡിനേറ്റ് ആയിട്ട് എക്സും വൈയും വേരിയബിൾസ് എടുക്കുക, 1 ഇട്ട് കൊടുക്കുക, ഇത് = 0 എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ട്രയാങ്കിൾ പഠിച്ചപ്പോൾ ഒരു ഹാഫ് ഇൻറ്റു എന്നുണ്ടായിരുന്നു അല്ലേ? ആ ഹാഫ് ഇവിടെ ഇട്ടാലും ഇല്ലെങ്കിലും കാര്യമില്ല, കാരണം 1/2 × 0, 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 1/2 ഇട്ടിട്ട് 0 ആക്കുക, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പം അതാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ലാസ്റ്റ് എന്തിട്ട് കൊടുക്കണം, എക്സും വൈയും ഇട്ട് കൊടുക്കണം. എക്സും വൈയും വേരിയബിൾസ് ആണ്, മസ്റ്റാണ്, മറന്നു പോകരുത്. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് വരുന്നത് ഡിറ്റർമിനൻ്റ് 5, 2, 1, 3, 4, 1, xy 1 ഇത് = 0 എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5 ഇൻറ്റു, ഇതാണ് റോ എടുക്കുന്നത്, 5 ഇൻറ്റു 4 - y -2 ഇൻറ്റു 2 ഇരിക്കുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 3 - x + 1 ഇൻറ്റു 3y - 4x = 0. ക്ലിയർ ആയോ? ഇനി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനായി. എക്സ്പാൻഡ് ചെയ്യുക ഉള്ളിലോട്ട്, 20 - 5y - 6 പ്ലസ് ഇത് ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2x + 3y - 4x = 0. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ കിട്ടും അല്ലേ? എന്താ വരിക? ഇവിടെ ഒരു 5y ഉണ്ട്, -5y ഉണ്ട്, ഒരു 3y ഉണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2y കിട്ടും, -2y. 2x ഉണ്ട്, -4x ഉണ്ട്, അപ്പം -2x കിട്ടും. കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് ഉള്ളത്? 20 - 6, 20 - 6 - 14 = 0. ഇതായിരിക്കും ഇക്വേഷൻ. വേണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് -2 ഒക്കെ പുറത്തെടുത്ത് x + y -7 എന്നൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. -14 അല്ല, +14. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഈസി അല്ലേ? യെസ്. മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് അടുത്ത ടോപ്പിക്കാണ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്, A 1 0 2 0 2 2 4 1 1. ഓക്കെ, ഇതിലാദ്യം മൈനർ ആണ് പറയുന്നത് കേട്ടോ. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഡിറ്റർമിനൻ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എലമെൻറ്റിൻ്റെ മൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെൻ്റ് ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്.
ഇതല്ലേ നമ്മൾ തൊട്ട് മുന്നേ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത്. അതായത് 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ A11 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക M11 എന്നാണ്. M11 ഈ M11 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ A11 ഇരിക്കുന്ന റോയും കോളവും, അതായത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? M11 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് 2 2 1 1 ആണെന്ന് പറയാം. അതായത് 2 - 2 0 ആണ് ഈ A11ന്റെ മൈനർ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എലമെന്റ് എടുക്കുവാണ്. ഇതിനകത്തുള്ള വേറൊരു എലമെന്റ് എടുക്കുവാണ്. ഇപ്പം ഞാൻ 2 2 ഈ എലമെന്റ് എടുക്കുവാണ് കേട്ടോ. അതായത് ഈ എലമെന്റിന്റെ പൊസിഷൻ എന്താണ്? സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ എന്ന് പറയുമ്പം A23 ആണ് 2 എന്ന് പറയുന്നത്. A23 ആണ് 2. അതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? M23 എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ആ എലമെന്റ് ഇരിക്കുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണുക. അതായത് 1 0 4 1 അല്ലേ? അപ്പോൾ എന്ത് വരും? 1 - 0 1 ആയിരിക്കും ഈ 2ന്റെ മൈനർ എന്ന് പറയുന്നത്. ക്ലിയർ ആയ മക്കളെ? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ മൈനർ ഓഫ് ദി എലമെന്റ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അത്രയേ ഉള്ളൂ മൈനർ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതിന്റെ മൈനേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കോഫാക്ടറിലേക്ക് പോവാം കേട്ടോ. നോക്കിക്കേ, 1 - 2 4 3 ഇതിന്റെ ഒരു മൈനർ കണ്ടുപിടിക്കുക. അപ്പോൾ 4 എന്ന് പറഞ്ഞ എലമെന്റ് എന്താ? പൊസിഷൻ എന്താ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് അല്ലേ? ഇതാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ M21 ആയിരിക്കും. ഈ തന്നിരിക്കുന്നത് എന്ത് മെട്രിക്സാ? 2/2 മെട്രിക്സ് അല്ലേ? അപ്പോൾ ഈ 4 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ആളേ ഉള്ളൂ അല്ലേ? അയാളുടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് -2 ആണ് ഇതിന്റെ മൈനർ എന്ന് പറയാം. ഓക്കെ, ഇനി A21 കഴിഞ്ഞപ്പോൾ 3 എന്ന് പറഞ്ഞാൽ എന്താ? A22 പൊസിഷനിലുള്ള ആളാണ് 3. അപ്പോൾ അയാളുടെ മൈനർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇരിക്കുന്ന റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ബാക്കിയുള്ളൂ അല്ലേ? അതാണ് മൈനർ. അപ്പോൾ 2/2 മെട്രിക്സിൽ കാര്യങ്ങൾ എളുപ്പമാണ്. സിമ്പിളായിട്ട് നമുക്ക് മൈനർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി എന്താണ് കോ ഫാക്ടർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോ ഫാക്ടർ ഞാൻ ഇതേ മെട്രിക്സ് വെച്ച് തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എടുത്ത ഏത് എലമെന്റ് ആയിരുന്നു? A11 എന്ന് പറയുന്ന എലമെന്റ്. A11 എന്ന് പറയുന്ന എലമെന്റ് ഏതാ? 1 ആണ്. അതിന്റെ മൈനർ നമ്മൾ കണ്ടുപിടിച്ചു. എന്ത്? 0 ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ? 0 ആണെന്ന് കണ്ടുപിടിച്ചു. കോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ മൈനറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാല്യൂ തന്നെയാണ്. അതിന്റെ ജനറൽ ഇക്വേഷൻ ഞാനൊന്ന് ആദ്യം എഴുതാം. അതായത് Cij എന്ന് പറഞ്ഞ ഒരു കോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ Aij എന്ന് പറയുന്ന എലമെന്റിന്റെ കോ ഫാക്ടറിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. Cij എന്ന് പറഞ്ഞാൽ -1 raised to i + j into Mij ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള മൈനറില്ലേ, നമ്മൾ കണ്ടുപിടിച്ച മൈനർ, അതിന് നമ്മൾ ഒന്നുകിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് അതെന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വരിക എന്ന് എങ്ങനെ മനസ്സിലാവുക? ഈ ഐയും ജെയും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പവർ എടുക്കുക. അപ്പോൾ അവിടെ ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ -1 raised to ഈവൻ നമ്പർ പോസിറ്റീവ് ആവും. ഓഡ് വന്നു കഴിഞ്ഞാൽ മൈനസ് തന്നെ വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന്റെ മൈനർ എന്താ? ഇത് 0 ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. C11 എന്ന് പറഞ്ഞാൽ എന്താ? -1 raised to ഈ 1ഉം 1ഉം ആഡ് ചെയ്യുക. 1 + 1 into M11. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് മാറ്റമൊന്നുമില്ല, 0 തന്നെ വരും. നമുക്ക് വേറൊരു എലമെന്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ഈ എലമെന്റ് എടുക്കാം. അതേത് എലമെന്റ്? A33 ആണല്ലേ? A33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. M33 എന്ന് പറഞ്ഞാൽ എന്താ? M33 മൈനർ ആണേ. മൈനർ കണ്ടുപിടിച്ചേ. 1ഉം 3ഉം ഇരിക്കുന്ന ഒഴിവാക്കി ബാക്കിയുള്ളതിന് ഡിറ്റർമിനന്റ് 2 വരും. M33 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? കോ ഫാക്ടർ ആണ് C33. അല്ലെങ്കിൽ ഇതിനെ C33 അല്ലെങ്കിൽ ക്യാപിറ്റൽ A വെച്ചും ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. Cij അല്ലെങ്കിൽ Aij എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കുക. Cij എന്ന് പറഞ്ഞാൽ -1 raised to ഈ 3ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക into M33. അപ്പോൾ 3 + 3 എന്താണ്? 3 + 3 6 ഈവൻ നമ്പർ അല്ലേ? -1 raised to 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും, +1 ആവും. അപ്പോൾ ഈ M33 തന്നെയായിരിക്കും ആൻസർ. M33 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. ക്ലിയർ ആയോ? ഇനിയിപ്പോൾ ഇതൊരു C23 ആയിരുന്നു എന്ന് വിചാരിക്കുക. C23 ആയിരുന്നെങ്കിൽ -1 raised to 5 വന്നേനെ. അപ്പോൾ ഇവിടെ വരുന്ന മൈനറിന്റെ നെഗറ്റീവ് എടുക്കേണ്ടി വന്നേനെ നമ്മളിവിടെ കോഫാക്ടർ ആയിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് മൈനറും കോഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. മൈനർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു എലമെന്റ്, ആ എലമെന്റ് ഇരിക്കുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. കോഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? -1 raised to i + j into കിട്ടിയ മൈനർ.
കോഫാക്ടർ. ഓക്കെ, ഇനി ഇതല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കോഫാക്ടർ കണ്ടുപിടിക്കാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു മെട്രിക്സ്, ഈ ഡിറ്റർമിനൻറ്റ് പഠിച്ചു വയ്ക്കുക. പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ്. അതായത് ഈ 4 പൊസിഷൻസിൽ മാത്രം നെഗറ്റീവ് വരുന്ന ഒരു ഡിറ്റർമിനൻറ്റ്, ഈ 4 പൊസിഷൻസിൽ മാത്രം നെഗറ്റീവ് വരുന്ന ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എലമെൻറ്റ്സ്, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത ഈ A33 ഇല്ലേ, A33 ഇവിടെയാണ് വരിക അല്ലേ. അപ്പോൾ A33 എന്ന് പറഞ്ഞാൽ മൈനറും കോഫാക്ടറും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, പ്ലസ് ആയിരിക്കും. ഞാൻ ഇവിടെയുള്ള ഒരു എലമെൻ്റ് ആയിരുന്നു എടുത്തു എന്നുണ്ടെങ്കിൽ മൈനർ എന്താണോ കിട്ടിയ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും വരിക. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഫസ്റ്റ് പൊസിഷൻ A11, 1 + 1 ഈവൻ ആയതുകൊണ്ട് ഈ -1 പോസിറ്റീവായി. ഇവിടെ എന്താ വരിക? A12, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നെഗറ്റീവായി. അങ്ങനെ ആലോചിക്കണം എന്നില്ല, നിങ്ങൾ ഇത് വെച്ച് നോക്കിയാലും മതി. അപ്പോൾ ഈ പൊസിഷൻസിൽ വരുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മൈനർ എന്താണോ അതിന് നെഗറ്റീവ് ആയിരിക്കും കോഫാക്ടർ വരിക. കിട്ടിയോ? ഈസിയാണ്, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നന്നായിട്ട് പഠിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്, അഡ്ജോയിൻ്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ. ഓക്കെ, അപ്പം മൈനറും കോഫാക്ടറും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഈ കണ്ടുപിടിച്ച സാധനങ്ങളുടെ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് നോക്കിയാലോ. 2/2 ആകുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ A21 എന്ന് പറയുന്നത് 4 ആണ്, M21 -2 ആണ്. അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിച്ചേ. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ C21 അല്ലെങ്കിൽ ക്യാപിറ്റൽ A21 അല്ലേ, കോഫാക്ടർ. എന്താ ചെയ്യേണ്ടത്? -1 raised to 2 + 1, 3 ഇൻറ്റു മൈനർ. നോക്കിയേ, ഇത് -1 അല്ലേ, ഓൾറെഡി -1 ആണ്. ഇവിടെ -2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ആണെന്ന് കിട്ടി. കോഫാക്ടർ 2 ആണെന്ന് കിട്ടി. ക്ലിയർ? ഇനി ഇവിടെയുള്ളതാണെങ്കിലോ, ഇതിൻ്റെ കോഫാക്ടർ എന്ത് വരും? C22 എന്ന് പറഞ്ഞാൽ -1 raised to 2 + 2 ഇൻറ്റു 1. അപ്പോൾ -1 raised to ഈവൻ ആണ്. അപ്പം പോസിറ്റീവ് വരും, 1 വരും. ഇവിടെ കണ്ടോ, സൈൻ മാറി. നമ്മൾ മൈനറിൻ്റെ നെഗറ്റീവ് സൈനാണ് കോഫാക്ടറായിട്ട് വന്നത്. ഇവിടെ മൈനറിൻ്റെ അതേ സൈനാണ് കോഫാക്ടറായിട്ട് വന്നത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. ഇത് കണ്ടുപിടിച്ച് നമുക്ക് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിയേ, നമുക്ക് കുറച്ച് എലമെൻറ്റ്സിൻ്റെ കണ്ടുപിടിച്ച് നോക്കാം, എന്നിട്ട് അഡ്ജോയിൻറ്റിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് A31 എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. A31 എന്ന് പറഞ്ഞാൽ ഇതാ 0 എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ഇവിടെ അല്ലേ. A31 തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്. അതിരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചേ. A31 എന്ന് പറയുന്നത് 0 ആണ്. മൈനർ M31 എന്ന് പറഞ്ഞാൽ 0 × -1 0, -5 × 4 20. അപ്പം നമുക്ക് M31 എന്ത് കിട്ടി? -20 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് മെട്രിക്സിൽ തന്നെ കണ്ടുപിടിക്കാം ഇതിൻ്റെ കോഫാക്ടർ എന്താണെന്നുള്ളത്. ഇത് ഏതാ പൊസിഷൻ? പ്ലസ് അല്ലേ. പ്ലസ് ആകുമ്പോൾ എന്താണ്? പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലേ. പ്ലസ് ആകുമ്പോൾ എന്താണ്? കോഫാക്ടറും മൈനറും സെയിം ആയിരിക്കും. C31 എന്ന് പറയുന്നത് -20 തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ഒരു എലമെൻറ്റും കൂടെ ചെയ്ത് നമുക്ക് ചെയ്യാം. ഈ -1 എടുക്കുവാണ്. അത് ഏതാ പൊസിഷൻ? ഏതാ? A23 ആണ് അല്ലേ. A23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അതിൻ്റെ മൈനർ ഒന്ന് കണ്ടുപിടിച്ചേ. മൈനർ -1 ഇരിക്കുന്ന ഇത് ഒഴിവാക്കി ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് 1 × 2 വരും. ഇത് 0 ആയി പോകും, 2 വരും. ഓക്കെ, കോഫാക്ടർ എന്താ? C23. C23 എന്ന് പറഞ്ഞാൽ പൊസിഷൻ നോക്ക്. ഒന്നുകിൽ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പം നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ -1 raised to ഇട്ട് നോക്കാം. അതും അല്ലെങ്കിൽ മെട്രിക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഏതാ പൊസിഷൻ? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഈ കിട്ടിയതിൻ്റെ നെഗറ്റീവ് നമ്മൾ എടുക്കണം. -2 ആണ് കോഫാക്ടർ. സിമ്പിൾ അല്ലേടാ. 3 മെത്തേഡുകളുണ്ട് കോഫാക്ടറിൻ്റെ സൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഒന്നുകിൽ നിങ്ങൾ ആ -1 raised to i + j × Mij സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾ M2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഓഡ് നമ്പർ ആണെങ്കിൽ കിട്ടിയ മൈനറിനെ നെഗറ്റീവ് അടിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ ആ സൈൻ മെട്രിക്സ് പഠിച്ച് വെക്കുക. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്ക് പൊസിഷൻ വെച്ചിട്ടും കോഫാക്ടർ നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ എന്ന് കണ്ടുപിടിക്കാം. എടാ, കോഫാക്ടർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നല്ല, കോഫാക്ടർ മൈനറിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് ചുമ്മാ വാല്യൂ വരാം. ഈ തന്നിരിക്കുന്ന നെഗറ്റീവ് ഇതിൻ്റെ നെഗറ്റീവ് ആണോ ഇത് തന്നെയാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ആ വ്യത്യാസം മാറിപ്പോവരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത കൺസെപ്റ്റിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. എന്താണ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്? നമ്മളിപ്പോൾ മൈനറും കോഫാക്ടറും ഒക്കെ പഠിച്ചല്ലോ കണ്ടുപിടിക്കാൻ അല്ലേ. നമ്മൾ ഈ കോഫാക്ടേഴ്സ് ഒക്കെ കൂടെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു മെട്രിക്സ് ആക്കി എഴുതുക. എന്താ ചെയ്തത്? ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെൻസിനും ഇപ്പം ABCD ഓക്കെ, ഇതിലുള്ള എല്ലാ എലമെൻസിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് എക്ക് പകരം
കോഫാക്ടർ ഓഫ് എ, ബിക്ക് പകരം കോഫാക്ടർ ഓഫ് ബി, ഇതിന് പകരം കോഫാക്ടർ ഓഫ് സി, ഇതിന് പകരം കോഫാക്ടർ ഓഫ് ഡി. ഇതിനാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താ മക്കളെ പറയുന്നത്? കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, തന്നിരിക്കുന്ന എലമെന്റുകളെ അവരുടെ കോഫാക്ടർ വെച്ച് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താ ട്രാൻസ്പോസ്? റോയും കോളവും മാറ്റി എഴുതുന്നത് അല്ലേ? യെസ്. അപ്പോൾ തന്നിരിക്കുന്ന കോഫാക്ടർ മെട്രിക്സിന്റെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡ്ജോയിന്റ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൺസെപ്റ്റ് വളരെ അത്യാവശ്യമാണ്. ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ കണ്ടുപിടിച്ച് കോഫാക്ടർ കണ്ടുപിടിച്ച് അതിനൊരു മെട്രിക്സ് ആക്കി എഴുതുക, അതിനെ തിരിച്ച് ട്രാൻസ്പോസ് ആക്കുമ്പോൾ അഡ്ജോയിൻ്റ് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്തതിന് മുന്നേ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. 2/2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം കൂടെ ഇരുന്ന് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്ജോയിൻ്റ് നമുക്ക് നേരെ കണ്ടുപിടിക്കാം. കോഫാക്ടർ അല്ല, അഡ്ജോയിൻ്റ് നമുക്ക് നേരെ കണ്ടുപിടിക്കാം. ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും അറിയോ? ഈ രണ്ട് എലമെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക, 4ഉം 1ഉം ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് എലമെൻസിനെ സൈൻ മാറ്റി കൊടുക്കുക. അതിനെ സൈൻ മാറ്റുമ്പോൾ എന്ത് വരും? -2 -3. ഇതായിരിക്കും ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ്. എന്താ ചെയ്യേണ്ടത്? ലീഡ് ഡയഗണലിലുള്ള എലമെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി കൊടുക്കുക. ലീഡ് അല്ലാത്ത ഡയഗണലിലുള്ളവരെ സൈൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ, 3/3 വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് ഇങ്ങനെ തറവ് ആകുമ്പോൾ നിങ്ങൾക്കില്ലേ ഈ മെട്രിക്സ് തന്നെ നമുക്ക് മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഓരോ മൈനേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതി ട്രാൻസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് എലമെൻ്റ് ആണ്. ഞാൻ ഓരോന്നായിട്ട് എഴുതി പോവാം. A11 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ മൈനർ എന്ത് വരും? 1 ഒഴിവാക്കി ബാക്കിയുള്ളതിന് ഡിറ്റർമിനൻ്റ് 3 വരും അല്ലേ? 1 + 1 ഈവൻ ആയതുകൊണ്ട് കോഫാക്ടർ എന്ത് തന്നെ വരും? അതേ വാല്യൂ തന്നെ വരും. ഫസ്റ്റ് വൺ കിട്ടിയല്ലോ, ഫസ്റ്റ് വൺ കിട്ടി. സെക്കൻഡ് വൺ നോക്ക്, A12 എന്ന് പറഞ്ഞാൽ -1 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ടുള്ള വാല്യൂ വേണം മൈനർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 - -5, 2 - -10, 12 വരും. അപ്പോൾ നോക്കിയേ, 1ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കണം എന്ത്? കോഫാക്ടർ, -12 വരും. ഇനി അടുത്തത് A13 എന്ന് പറഞ്ഞാൽ ഇതാണ് എലമെൻറ്റ് 2. അപ്പോൾ M13 എന്ത് വരും? M13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 0 -6 വരും. അപ്പോൾ +6 വരും. 1ഉം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ആണോ ഓടാണോ? ഈവൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? C13 എന്നുള്ളതിനെ ഇതേ എലമെൻറ്റ് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പൊസിഷനിൽ പ്ലസ് ആണെന്ന് ഓർക്കുക, +- അല്ലേ? പ്ലസ് ആണെന്ന് ഓർക്കുക. ഇനി അടുത്ത എലമെൻറ്റ് എഴുതാം. A13 A21 ആണ്. A21 എന്ന് പറഞ്ഞാൽ 2 ആണ്. M21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിരിക്കുന്ന റോയും കോളവും ഒഴിവാക്കുക, -1 കിട്ടും. ഇവിടെ 0 ആയതുകൊണ്ട് ഇത് -1 വരും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എടുക്കണം. C21 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇത് തെറ്റിപ്പോവരുത് മക്കളെ, കറക്റ്റായിട്ട് ചെയ്യണം. A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. M22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 -4 ആണ്. അപ്പോൾ 5 വരും. M2ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതേ നമ്പർ തന്നെ മതി കോഫാക്ടർ ആയിട്ടും. ഇനി A23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എലമെൻറ്റ് വരിക. അതിരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ -2 ആണ്. -2 ആണ് മൈനർ വരിക, -2. അപ്പോൾ കോഫാക്ടർ എന്ത് വരും? കോഫാക്ടർ 2ഉം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ്. അതിൻ്റെ നെഗറ്റീവ് എടുക്കുക, അപ്പോൾ 2 എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെല്ലാം കൂടെ ഒരു മെട്രിക്സ് ആക്കി എഴുതും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കുവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. വാല്യൂസ് വരുന്നത് 3 C11, ഈ 1ന് പകരം 3 എഴുതി കൊടുക്കുക. ഇത് വാല്യൂസ് എഴുതുമ്പോൾ മാറിപ്പോവരുത് കേട്ടോ. ഈ -1ന് പകരം എന്ത് എഴുതി കൊടുക്കുക? -12 എഴുതി കൊടുക്കുക. -12. C13ക്ക് പകരം 6 എഴുതി കൊടുക്കുക. ഇവിടെ 1 എഴുതി കൊടുക്കുക. 5 എഴുതി കൊടുക്കുക. ഇവിടെ 2 എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ലാസ്റ്റ് റോയിലുള്ള എലമെൻറ്റ്സ് ഇത്രയും കാൽക്കുലേഷൻസ് ഇല്ലാതെ ഒന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെൻ്റൽ കാൽക്കുലേഷൻ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം.
ഇവിടെ നോക്കിയേ -2 അല്ലേ. അപ്പോൾ -2ൻ്റെ കോഫാക്ടർ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോവുകയാണേ. എങ്ങനെ എഴുതുന്നത് നോക്കിയേ, -2 ഇരിക്കുന്ന റോയും കോളും, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ മനസ്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിയേ ഇവിടെ -2ൻ്റെ കോഫാക്ടറാണ് വേണ്ടത്. -2 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി -5 -6 എന്ന് കിട്ടി. അപ്പോൾ -11 ആണ് എന്ത് വരിക, മൈനർ വരിക. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഇല്ലേ, പ്ലസ് മൈനസ് ഇത് പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന വാല്യൂ തന്നെ ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മതി. മൈനർ തന്നെയായിരിക്കും നമ്മുടെ വാല്യൂ, -11 വരും. ഓക്കെ, ഞാൻ ഈ ചെയ്ത സാധനം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത എലമെന്റ് എടുത്ത് 0 ഇരിക്കുന്ന റോയും കോളോഴൊക്കെ ബാക്കിയുള്ള ഡിറ്റർമിനന്റ് വേണ്ടേ, 5 - 4 1 ആണ് മൈനർ വരിക. 1 ആണ് മൈനർ വരിക. പക്ഷെ ഇവിടെ പൊസിഷൻ അനുസരിച്ച് എന്ത് വരാം, പൊസിഷൻ അനുസരിച്ച് പ്ലസ് മൈനസ് വരിക അല്ലേ. അപ്പം ഇവിടെ ഇരിക്കുന്ന മൈനറിന് നെഗറ്റീവ് വേണം കോഫാക്ടറായിട്ട് എഴുതാൻ. ഇനി നോക്കിയേ, ഇവിടെ വരുന്നത് 3 - -2. 3 - -2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അവിടെ ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് കോഫാക്ടറും എന്ത് തന്നെ മതി, 5 മതി. അപ്പം ആക്ച്വലി ഇതെന്താണ്, കോഫാക്ടർ മെട്രിക്സ് ആയി അല്ലേ, കോഫാക്ടർ മെട്രിക്സ് ആയി. ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് ആര്, അഡ്ജോയിൻറ്റ്. അപ്പം അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എടുക്കാം. 3 1 -11 -12 5 -1 6 2 5. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് ദ മെട്രിക്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ പ്രൊസീജിയർ നിങ്ങൾ തെറ്റാതെ ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. മെട്രിക്സിലേക്ക് തന്നെ ചെയ്യാൻ പറ്റും, വിഷയങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാൽക്കുലേഷനൊക്കെ ഓർത്തിരിക്കുക അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ശ്രദ്ധിച്ച് കാൽക്കുലേഷൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഓക്കെ, ഇനി ഇത് നിങ്ങൾ റിസൾട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മളൊരു മെട്രിക്സിനെ അതിൻ്റെ തന്നെ അഡ്ജോയിൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇത് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു റിസൾട്ടാണ്. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക, അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. അഡ്ജോയിൻറ്റ് ഓഫ് എ നമ്മളിങ്ങനെ 2/2 മെട്രിക്സിന് കാണുക. -6 2 ഡയഗണൽ എൻട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഇവിടെയുള്ളതിൻ്റെ സൈൻ മാറ്റുക. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇൻറ്റു എ ചെയ്തേ 2 3 -4 -6 ചെയ്യുക അല്ലേ. എങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ചെയ്ത് നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ -6 × 2 -12 +12. ഓക്കെ, ഇനി -6 × -3 -18 +18. ഇവിടെ 4 × 2 8 -8 അല്ല 0 ആണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. 12 - 12. ഓക്കെ, ഇത് നമുക്കൊരു 0 മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ചു, അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ കണ്ടുപിടിച്ചു. ഓക്കെ, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ത് കണ്ടുപിടിക്കുക, ചെയ്ത് നോക്കിയേ. 6 × വെറുതെ അല്ല അല്ലേ, ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആണ്. അപ്പോൾ 0 × ഐ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 0 ആണ്. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 0 അല്ലാത്തൊരു മെട്രിക്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 4 അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അഡ്ജോയിൻറ്റും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക 4 0 0 4 ഇങ്ങനെയായിരിക്കും. ഡിറ്റർമിനൻ്റ് 4 ആണെങ്കിൽ അതിന് നമ്മൾ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ചെയ്താൽ നമുക്ക് കിട്ടുക. ഓക്കെ, റിസൾട്ടാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ വരും, പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്തത് അഡ്ജോയിൻറ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ, അഡ്ജോയിൻറ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയുടെ ഡിറ്റർമിനൻ്റ് റേസ്ഡ് ടു n-1 ആണ്. n എന്താണ്, ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ്. അഡ്ജോയിൻറ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ്ഡ് ടു n-1 ആണ്. n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആണ്. അത് റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3, then find determinant of adjoint of A with determinant of A equal to 3. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു, ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. ഇവിടെ n 3 ആണ്. അപ്പോൾ n-1 2 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ എത്രയാ, 3. 3² 9 ആയിരിക്കും അഡ്ജോയിൻ്റെ ഡിറ്റർമിനൻ്റ്. കണ്ടോ, ഇതൊക്കെ ഒരു 1 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമല്ലേ. യെസ്. അപ്പോൾ സിംഗുലർ മെട്രിക്സ് എന്താ, നോൺ സിംഗുലർ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ സിംഗുലർ, നോൺ 0 ആണെങ്കിൽ നോൺ സിംഗുലർ. ഇനി ഇവരെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു റിസൾട്ടുകൾ പഠിക്കാനുണ്ട്. നോക്കിക്കേ, എയും ബിയും നോൺ സിംഗുലർ മെട്രിക്സസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഡിറ്റർമിനൻ്റ് ഓഫ് ബിയും 0 അല്ലെങ്കിൽ
എ ബിയും എന്തായിരിക്കും നോൺ സിംഗുലർ ആയിരിക്കും, ബി എയും നോൺ സിംഗുലർ ആയിരിക്കും. അതായത് ഇവരുടെ രണ്ടുപേരുടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. അതൊരു തിയറം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറെ റിസൾട്ടാണ്, നമുക്ക് രണ്ട് മെട്രിക്സസ് എയും ബിയും ഉണ്ട്. ഈ മെട്രിക്സസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കാം. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്. A square matrix A is invertible. A square matrix A is invertible if and only if it is a non-singular matrix. എന്തായിരുന്നു ഇൻവേർട്ടിബിൾ? എ ഇൻറ്റു ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുകയാണെങ്കിൽ എയിനെ ബിയുടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ബീനെ എയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഐ കിട്ടുന്നത് അല്ലേ? എയുടെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രമേ എക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ നേരത്തെ മെട്രിക്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എപ്പോഴാണ് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവുക? അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോട്ട് സീറോ ആകുമ്പോഴാണ്. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രധാന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതിന് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ ആ മെട്രിക്സിന് നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ മേജർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ വാല്യൂവിന് ഡിറ്റർമിനൻ്റ് എന്ന് വിളിക്കുന്നതിലേക്കുള്ള ക്ലോസസ്റ്റ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല ഇതാണ് കേട്ടോ. നോക്കിയേ, എ ഇൻവേഴ്സ് 1/determinant ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് അഡ്ജോയിൻ്റ് ഓഫ് ഒക്കെ പഠിച്ചത്. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/determinant ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഇപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആവരുതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ മനസ്സിലായോ? ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആവില്ല അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു വെക്കാം മക്കളെ. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം. അങ്ങനെ ഇൻവേഴ്സ് നോൺ സീറോ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഫോർമുലയാണ് 1/determinant ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി നമുക്ക് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഫോർമുലയിൽ ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇതാണ് നമുക്ക് ഡിറ്റർമിനൻറ്റിൽ നിന്നും ഏറ്റവും പ്രൈമറി ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എന്താണെങ്കിലും ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കൺസെപ്റ്റ് പറയാം. ഓക്കെ, ഇത് കണ്ടോ, ഇതെന്താണ്? ഇതിപ്പോൾ എവിടെ നിന്നാണ് പെട്ടെന്ന് എക്സും വൈയും സെഡൊക്കെ വന്നിട്ടൊരു ലീനിയർ ഇക്വേഷൻസിൻ്റെ സിസ്റ്റം ഒക്കെ ഡിറ്റർമിനൻസിൽ വന്നത് അല്ലേ? യെസ് മക്കളെ, ഇങ്ങനൊരു ലീനിയർ ഇക്വേഷൻ്റെ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മുടെ വേരിയബിൾസ് ഏതൊക്കെയാ? എക്സ് വൈ സെഡ് ആണ് വേരിയബിൾസ് അല്ലേ? ബാക്കി അതിൻ്റെ കൂടെയുള്ള നമ്പേഴ്സിന് നമ്മൾ പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻസ് എന്നാണ് അല്ലേ? ഇപ്പം 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. 2 എന്ന് പറഞ്ഞാൽ -2 എന്ന് പറഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇക്വേഷനിലെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്കിതിനെ ശരിക്കും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് അറിയാം. നിങ്ങൾ ഈ കോഎഫിഷ്യൻസ് മാത്രം പെറുക്കി ഒരു മെട്രിക്സ് ആക്കി കഴിഞ്ഞാൽ 3 -2 3 2 1 -1. ഇവിടെ വൈക്ക് എന്താണുള്ളത്? 1 ആണുള്ളത്, സെഡിന് -1 ആണുള്ളത്. ഇനി ഇവിടെ 4 -3 2. ഈ ഒരു മെട്രിക്സ് ഇതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എന്ന് പറയാം. ഇനി ഇൻറ്റു എന്ത് ചെയ്യുക? ഇൻറ്റു വേരിയബിൾസിൻ്റെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ഈക്വൽ ടു എന്ത് ചെയ്യുക? ഈ കോൺസ്റ്റൻസിനെ എഴുതുക. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മൾ തന്നിരിക്കുന്ന ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ എന്താക്കി എഴുതി? മെട്രിക്സിൻ്റെ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു വേറൊരു കോളം മെട്രിക്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. നമ്മളിത് ചെയ്യുന്നത് എന്തിനാ? ഈ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. എന്താണ്? എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സിനും വൈക്കും സെഡിനും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്നതിന് ഓരോ കൃത്യമായ വാല്യൂ ഉണ്ടെങ്കിൽ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയും ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. എന്താ പറയുക? ഞാനിവിടെ എഴുതുന്നുണ്ട്, കൺസിസ്റ്റൻ്റ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഹാസ് സൊല്യൂഷൻ. സിസ്റ്റം ഹാസ് സൊല്യൂഷൻസ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തിന് നമ്മൾ എന്തായിരിക്കും പറയുക? ഇൻകൺസിസ്റ്റൻ്റ് അല്ലേ? സൊല്യൂഷൻ ഇല്ലാത്തതിന് നമ്മൾ പറയുക ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റത്തിനെയാണ് നോ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് ഇല്ലാത്തതിനെയാണ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എന്താണ് മക്കളെ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന വാല്യൂസിന് സൊല്യൂഷൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ കൺസിസ്റ്റൻ്റ് എന്ന് പറയും. ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ റോൾ. ഈ തന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് അല്ലേ മക്കളെ, ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിന് എന്തുണ്ടാവുള്ളൂ, സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത്, ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവും, ഡിറ്റർമിനൻ്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് 0 ആണോ അല്ലയോ നോക്കിയാൽ മതി. 0 ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. മറ്റേ തിലകം പറയുന്ന പോലെ പരിഹാരം ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്ന് പറയാം. ഇനി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്, കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെങ്കിൽ അപ്പോൾ ഇതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഇതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക മെട്രിക്സ് എ ആയിട്ടാണ്, ഈ വേരിയബിൾ മെട്രിക്സിന് നമ്മൾ എക്സ് ആയിട്ടാണ്, ഈ കോൺസ്റ്റൻറ്റ് മെട്രിക്സിനെ ബി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സിസ്റ്റത്തിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എ എക്സ് ഈക്വൽ ടു ബി ആയിട്ടാണ്. ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഈ 3 വേരിയബിൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ആയിട്ടാണ്. ഇതിന് ആൻസർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് ബി ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയിരിക്കും. അപ്പോൾ ഈ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു അല്ലേ, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള കണക്ഷൻ. ഇവിടെ ഇൻവേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ എന്താവണം, ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആവണം. അപ്പോൾ നോൺ സീറോ ആയാൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോൺ സിംഗുലർ മെട്രിക്സുകളിൽ വരുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് വരുന്ന സിസ്റ്റത്തിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് ബാക്കി കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കണം, ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്യണം, എന്നിട്ട് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ. നമ്മൾ ആദ്യം ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താ വരിക, പെട്ടെന്ന് ഒരു ഒറ്റയടിക്ക് നമുക്ക് ചെയ്തോ, ബാക്കി സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇവിടെ നോക്കിയേ, 3 × 2 മൈനസ് 3 × -1 3 മൈനസ്, ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇത് 2 ആവും. 2 × 2 4 മൈനസ് -4 അപ്പോൾ 4 + 4 വരും, പ്ലസ് 3 × -6 - 4. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 2 - 1 എന്ന് പറഞ്ഞാൽ 2 - 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -3 പ്ലസ് 4 + 4 8 8 × 2 16, ഇവിടെ -10 വരും, -10 × 3 -30. അപ്പോൾ എന്തായാലും 0 അല്ല അല്ലേ. -33 + 16 എത്രയാ, 33 - 16 എന്ന് പറഞ്ഞാൽ 17 ആണ് വരിക. -17 ആയിരിക്കും ഡിറ്റർമിനൻ്റ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കൺസിസ്റ്റൻ്റ് ആണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയാം അല്ലേ, കൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ടാസ്ക്. ഡിറ്റർമിനൻ്റ് ഓഫ് എ കിട്ടി, ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, അഡ്ജോയിൻ്റ് ഓഫ് എ വേണം. ശരിയല്ലേ. അപ്പോൾ നമ്മളിനി ഈ മെട്രിക്സിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഞാനത് വിശദീകരിച്ച് എഴുതാതെ ഞാൻ ഈ മെട്രിക്സ് തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മൈനറും കോഫാക്ടറും ഒക്കെ എഴുതിയിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. 3ൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. 2 - 3, ഇപ്പോൾ -1 ആണ് വരിക. ഇവിടെ ആയതുകൊണ്ട് -1 തന്നെ എഴുതിയാൽ മതി. ഇവിടെ എന്ത് വരും, -2ൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ 2 × 2 4 മൈനസ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ 4 + 4 വരും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ -8 ആണ് എഴുതേണ്ടത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആ സൈൻ മെട്രിക്സ് ഒന്ന് എഴുതി വെച്ചേക്കാം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ 4 പൊസിഷൻസിൽ മാത്രമാണ് മൈനർ എന്ന് കോഫാക്ടർ മൈനറിന് നെഗറ്റീവ് എടുക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും മൈനർ കിട്ടുന്നത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇവിടെ നോക്കിയേ, -6 - 4 -10 വരും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 2ൻ്റെ നോക്കുകയാണെങ്കിൽ -4 + 9 വരും, അപ്പോൾ 5 വരും. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആണ് വേണ്ടത്, -5 എഴുതി കൊടുക്കുക. ഇവിടെ എഴുതുമ്പം 6 -
12. 6 മൈനസ് 12 എത്രയാ? 6 മൈനസ് 12 മൈനസ് 6 ആണ് അല്ലേ? പ്ലസ് ആയതുകൊണ്ട് -6 തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ വരുമ്പോൾ -9 പ്ലസ് 4 × 2 8 -1 വരും. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്തിട്ട് കൊടുക്കണം? +1 ഇട്ട് കൊടുക്കണം. ഇനി ഇവിടെയാണ് വരുന്നുണ്ടെങ്കിൽ -2 × -1 2, 2 - 3 -1. പിന്നെ ഇവിടെ വരുമ്പം -3 -6 -3 മക്കളെ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് കാൽക്കുലേഷൻസ് ചെയ്യുക. എന്നിട്ട് ഇത് കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. യെസ്. ഇനി ഇവിടെ വരികയാണെങ്കിൽ -3 -6 -3 -6 -9 ആണ്. പക്ഷേ ഇവിടെ നെഗറ്റീവ് സൈൻ വേണ്ടുന്നതുകൊണ്ട് ഇവിടെ 9 എഴുതി. ഇനി എന്താണ്? 3 + 4 7. ഇതാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താലാണ് അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടുക അല്ലേ? അപ്പോൾ ഞാനിവിടെ അഡ്ജോയിൻ്റ് ഓഫ് എഴുതുകയാണ്. അഡ്ജോയിൻ്റ് ഓഫ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ ഇൻവേഴ്സ് തന്നെ അങ്ങ് കണ്ടുപിടിച്ചേക്കാം അല്ലേ? എന്നാൽ കാരണം എന്താ? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് കിട്ടിയത് -17 ആയിരുന്നു അല്ലേ? അപ്പോൾ അതിവിടെ ചെയ്യാം. -17 ഇൻറ്റു ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ -5 -5 -1 -8 -6 9 -10 1 7. ഇതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് മാത്രം കണ്ടാൽ പോരാ, എക്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ എക്സ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ എ ഇൻവേഴ്സ് ഓൾറെഡി എ ഇൻവേഴ്സ് ആയി, ഇത്രയും ഭാഗം എ ഇൻവേഴ്സ് ആയി. അതിൻ്റെ കൂടെ ബി കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 1 4 എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. 8 1 4. റെഡി ആണല്ലോ? നമുക്കെന്നാൽ യുദ്ധം തുടങ്ങാം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങാം. -1/17 ഇവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങാം. -8 -5 × -1 -5 -1 × -4 -5 -8 × -8 -64 -6 പിന്നെ 36 +36. പിന്നെ എന്ത് വരും? -80 +1 +28. ഈ വാല്യൂസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സും വൈയും സെഡും ആയി. ഓക്കെ, ഇവിടെ നോക്കിക്കേ. -8 -9 -17 അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു -1/17 പുറത്തുണ്ടേ. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എന്താ? -17. ഇതെന്താ? -64 -6 എന്ന് പറഞ്ഞാൽ എത്ര വരും? -70 വരും അല്ലേ? -70 നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 വരും. 6 - 3 3 34 വരും. മൈനസ് ഉണ്ട്, -17 നമ്മൾ കുറച്ചത്. ഇവിടെയാണെങ്കിലോ 80 - 29 80 - 29 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വരും, 51 വരും, 51 വരും. പക്ഷെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, നമ്മൾ മീൻസ് ചെയ്യണം -17 വെച്ച് ഡിവൈഡ് ചെയ്യണം. -17 / -17 1 ആണ് ആൻസർ അല്ലേ? -34 / -17 17 × 2 ആണ് 34, ഇവിടെ 2 വരും. 51 17 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. എക്സിലുള്ള വാല്യൂസ് എന്തൊക്കെയായിരുന്നു? എക്സും വൈയും സെഡും ആയിരുന്നു അല്ലേ? എക്സും വൈയും സെഡും അല്ലേ എക്സ് എന്ന് പറയുന്നത്? സോ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 3. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു മക്കളെ? നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എപ്പോഴാണ് കൺസിസ്റ്റൻ്റ് ആവുക എന്ന് പഠിച്ചു. ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത് ഡിറ്റർമിനൻ്റ് 0 ആവുമ്പോഴാണെന്ന് പഠിച്ചു. എന്നിട്ട് ഇൻവേഴ്സ് വെച്ച് നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്തതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഡിറ്റർമിനൻസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പോർഷൻ തന്നെയാണ്. നല്ല മിടുക്കന്മാരായിട്ട് പഠിച്ച് ഉഷാറായിട്ട് വരാം.